കുറേ നേരം തച്ചിട്ട് മുന്തിയിട്ടും ഇതാക്കിയിട്ട് ഊക്കിയിട്ടും വിളിച്ചാൽ എൻ്റെ മോള് തുറക്കുന്നില്ല. പിന്നെ മറ്റേ മോളോട് ഞാൻ പറഞ്ഞു നോക്കും. മോള് പുറത്തേ കൂടി വന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാം എടുത്തിട്ടും പിന്നെ എനിക്ക് ബോധമില്ല, ഞാൻ ആടകേടെ വീണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ എന്തിനു ഈ മോളിങ്ങനെ ചെയ്തേന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം എന്നെ വിട്ടിട്ട് എന്തിനു എൻ്റെ മോള് പോയെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ. ഞാനങ്ങനെ തോന്നാറ്. സുഹൈലയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവാണ് എന്നുള്ളതാണ് നടുക്കുന്ന മറ്റൊരു വിവരം. ഈ അക്കൗണ്ടിൽ നിന്ന് നിരവധി ആളുകൾക്ക് മെസ്സേജ് പോയതായിട്ടും ഇവർ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് മുഖം ഇങ്ങോട്ട് പടിഞ്ഞാറോട്ടായിട്ട്, അതായത് ഇവിടെയാണ് സംഭവം വള്ളി ഉണ്ടായതല്ലേ. ഇവിടെ നിന്നായിരിക്കും ഈ പറയുന്ന ചാടിയിട്ടുണ്ടാവുക അല്ല. കാല് മുട്ടിയില്ല, കുറച്ച് മിസ്സയുണ്ട്. കാല് ജസ്റ്റ് മിസ്സയുണ്ട്, മുട്ടിയില്ല, നേരത്തേക്ക് മുട്ടിയില്ല, മിസ്സുണ്ടായിരുന്നു. പിന്നെ ആരോ നാട്ടുകാർ വന്നിട്ട് ചവിട്ടി പൊളിച്ചതാണ്. ഡോറ് പൊളിച്ചിട്ട് അകത്ത് കയറിയപ്പോഴാണ് ഈ കാണുന്നത്. മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ആദ്യം ഇട്ടു. അത് ഇട്ടത് ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ടാണ്. അതാരിട്ടതാ, ആരാ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കത് കണ്ടുപിടിക്കണം. ആരാ അത്, ഇതിൻ്റെ ബാക്കിൽ ആരോ കളിക്കുന്നുണ്ട്. സെയിം അക്കൗണ്ട് തന്നെയാണ്, സെയിം അക്കൗണ്ടാണ്. 5 വയസ്സുകാരെന്ന് വെച്ചാൽ നാളെ SSLC എക്സാം തുടങ്ങുന്ന തലേ ദിവസം രാത്രിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. ഇനി ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇനിയൊരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. അത് പാടില്ല. കാരണം 15 വയസ്സുകാരി ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യം തന്നെയാണ്. കാരണം പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും അത് വലിയ രീതിയിൽ നടക്കുന്ന കാര്യമാണ്. മാർച്ച് 30 ഏകദേശം വൈകുന്നേരം 7 മണിയോടെയാണ് ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും 15 വയസ്സുകാരിയുമായിട്ടുള്ള സുഹൈല ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കാണുന്നത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ആത്മഹത്യ എന്നുള്ളതാണ്. എന്നാൽ വീട്ടുകാർക്കറിയേണ്ടത് എന്നും സന്തോഷവതിയായി തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന, തങ്ങളുടെ എല്ലാമായിരുന്ന തങ്ങളുടെ സഹോദരി, തങ്ങളുടെ മകൾക്ക്, തങ്ങളുടെ നാട്ടുകാരിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് കുടുംബക്കാരും നാട്ടുകാരും ഒരുപോലെ ചോദിക്കുന്നത്. സുഹൈലയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവാണ് എന്നുള്ളതാണ് നടുക്കുന്ന മറ്റൊരു വിവരം. ഈ അക്കൗണ്ടിൽ നിന്ന് നിരവധി ആളുകൾക്ക് മെസ്സേജ് പോയതായിട്ടും ഇവർ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. അതായത് ഇത് വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതുകൂടാതെ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുഹൈലയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന കോളുകളുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും സുഹൈലയുടെ സഹോദരിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള നസീമ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഒന്ന് ആദ്യം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ. ഈ സുഹൈല മാർച്ച് 30-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ എൻ്റെ ഒന്നിച്ചായിരുന്നു. അതായത് ഒരു പ്രശ്നമോ ഒരു മുഖഭാവ മാറ്റമോ ഒന്നും ഞാൻ അവളിൽ കണ്ടിട്ടില്ല. നല്ല സന്തോഷവതിയായിരുന്നു, നല്ല ചിരിച്ച മുഖമായിരുന്നു. രാവിലെ എൻ്റെ കൂടെ പിന്നെ മകൻ്റെ സ്കൂളിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. വൈകുന്നേരം 6 മണി വരെ എൻ്റെ കുട്ടികളോടൊത്ത് വീട്ടിൽ കളിച്ചു. 6 മണിക്ക് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവളെ വീട്ടിലേക്ക് വരുന്നത്. അടുത്താണിത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മണിക്ക് ശേഷമാണ് വരുന്നത്. 6 മണിക്ക് ശേഷം പിന്നെ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ബുക്കും എടുത്തിട്ട് ഇരുന്ന കുഞ്ഞി, മൊബൈലും ഉണ്ടായിരുന്നു കയ്യിൽ, മൊബൈലും ഉണ്ടായിരുന്നു, ബുക്കും ഉണ്ടായിരുന്നു. അപ്പം ബുക്കും എടുത്തിരുന്നു കുഞ്ഞി 6:45 കുളിക്കാനെന്ന് പറഞ്ഞിട്ട് പോയതാണ് ബാത്റൂമിലേക്ക്. അങ്ങനെ കുളിക്കാൻ പോയത് കൊണ്ട് ഇവർ ഒരു 6:45 അവർ ശ്രദ്ധിച്ചില്ല. കാണാത്തപ്പോൾ ഉമ്മ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തപ്പോൾ ഉമ്മ ഒന്ന് നോക്കി, ബാത്റൂമിൽ കാണുന്നില്ല. അങ്ങനെ ഉമ്മ ബെഡ്റൂമിൽ നോക്കുമ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്, ബെഡ്റൂമിൻ്റെ ഡോറ്. അങ്ങനെ ഉമ്മ പിന്നെ ഒന്ന് തട്ടി വിളിച്ചു. ജസ്റ്റ് അവർ ഉറങ്ങുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്നതോ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. പിന്നെ വേറെ വീട്ടിലൊരു അങ്ങനെ ഉമ്മ വിചാരിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മ മെല്ലെ തട്ടി വിളിച്ചു. പക്ഷെ എണീക്കുന്ന കാണുന്നില്ല. അത് കാണുമ്പോൾ വീണ്ടും തട്ടി വിളിച്ചപ്പോൾ അനക്കം കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഉമ്മ പിന്നെ തൊട്ടടുത്ത് മറ്റേ സഹോദരി ഉണ്ടായിരുന്നു, അവളോട് ഒന്നും കൂടി നോക്കാൻ പറഞ്ഞത്. അങ്ങനെ നോക്കി പുറത്തു കൂടെ ജനലിലെ കൂടി വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ജനലിൽ
ഇങ്ങനെ നിന്ന പോലെ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവൾ പിന്നെ നിലവിളിച്ചു. പിന്നെ നാട്ടുകാർ ഓടി വന്നു, ഞാനും വന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ ഡോറ് ക്ലോസ് ആണ്, നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ തുറക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, പക്ഷേ നമുക്ക് തുറയുന്നില്ല, ഉള്ളിൽ നിന്ന് ക്ലോസ് ആയതുകൊണ്ട്. പിന്നെ ആരോ നാട്ടുകാർ വന്നിട്ട് ചവിട്ടി പൊളിച്ചതാണ്, ഡോറ് പൊളിച്ചിട്ട് അകത്ത് കയറിയപ്പോഴാണ് ഈ കാണുന്നത്. അതിനു മുമ്പേ ഒരു ജനൽ ഇങ്ങനെ ജസ്റ്റ് ഇളകി നിന്നതുകൊണ്ട് ആ ജനലിൽ കൂടെ നമ്മൾ കണ്ടിരുന്നു. ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയേണ്ടതല്ല, ഓൾക്കൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടാ, സ്കൂളിലൊരു പ്രശ്നമില്ല. ഇതിൻ്റെ പിന്നിൽ എന്താ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത് ഇപ്പോഴും ആക്റ്റീവാണ്. മരണപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ ഗുരുതരമായൊരു വിഷയമല്ലേ? അതാണ് നമുക്ക് സംശയം വന്നത്. എന്താ പറഞ്ഞാൽ ഓളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മരിച്ച അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട്, അന്ന് ആരും നോക്കിയിട്ട്, ആ പിറ്റേ ദിവസം ശ്രദ്ധിക്കുമ്പോഴേക്ക് ആ അക്കൗണ്ടിലുള്ളത് ഫുള്ള് ഡിലീറ്റാണ്. അതിലൊന്നും കാണുന്നില്ല. അതിലുള്ള വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഫോട്ടോസോ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് അത് പ്രൈവറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ്, പബ്ലിക് ആയിരുന്നു, അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല. ലോഗൗട്ട് പാസ്വേഡ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ. ഓള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാസ്വേഡ് വെച്ച് നമുക്കത് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങനെ നോക്കിയിട്ടാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൽ ഈ മെസ്സേജ് അവളെ ഫ്രണ്ട്സിന് പോയി എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അത് ഓണാണ്, അക്കൗണ്ട് ആക്റ്റീവാണ്. അതിൽ നിന്ന് മെസ്സേജ് പോയി. അതിലൊരു പിന്നെ സ്റ്റോറി ഇട്ടു. അപ്പോൾ അതും കൂടി, അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി നമുക്ക് ഇട്ട് തന്നെ. എന്തായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു എന്ന് പറയുന്ന സ്റ്റോറി? സ്റ്റാറ്റസ് എന്തായിരുന്നു? മരിക്കുന്നതിന് മുമ്പല്ലേ അത്? മരിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ആ ടെൻഷനിൽ ഞാനത് നോക്കിയിട്ടാ എന്താന്ന്. പക്ഷെ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ആദ്യം ഇട്ടു. അത് ഇട്ടത് ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ടാണ്. അതാരിട്ടതാ, ആരാ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കത് കണ്ടുപിടിക്കണം. അത് ഇതിൻ്റെ ബാക്കിൽ ആരോ കളിക്കുന്നുണ്ട്. സെയിം അക്കൗണ്ട് തന്നെയാണ്, സെയിം അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഓളെ ഒരു ഫ്രണ്ട്സിന് ഒരു ഫ്രണ്ടിന് മെസ്സേജും കൂടി പോയി. അതിൽ എന്തോ ഒരു മെസ്സേജ് അവൾക്ക് സെൻഡ് ആയിട്ടുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, കാരണമില്ലാതെ ആരും ആത്മഹത്യ ചെയ്യില്ല എന്നൊരു അങ്ങനെയാണ്. അങ്ങനെ ഒന്ന്. ഇതാരാ ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ ഇല്ല. ഈ മാർച്ച് 30 ഇട്ടതായിട്ടുള്ള ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയാണോ നോക്കുക? അതായത് മാർച്ച് 30 ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടത്? അത് മാർച്ച് 30 അല്ല, അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പിന്നെ ഓളയിലിട്ടിട്ട് കാണുന്നത്. ഐ ആം ലീവിങ്, ഐ ആം നോട്ട് ലൈക്ക് ദിസ് വേൾഡ്, ഐ ലവ് എസ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഐ ആം ഡേ ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റും കൂടി 30 മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ കാണുന്നത്, ഞങ്ങളെ ഫോണിലേക്കെല്ലാം എത്തുന്നത് മരണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതും എൻ്റെ ബലമായ സംശയം വേറെ ആരോ ചെയ്തതാണ്. ഈ ഇൻസ്റ്റാഗ്രാം ഒരു പക്ഷേ ഇവളല്ലാതെ മറ്റാരെങ്കിലും കൂടി ഉപയോഗിക്കുന്നുണ്ടാകാം എന്നുള്ളൊരു വലിയ സംശയമാണ് അല്ലേ? ഉണ്ട്. ഓൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഓളുമായി ബന്ധമുള്ള ആരെങ്കിലും അതിൻ്റെ പാസ്വേഡ് അറിഞ്ഞിട്ടുണ്ടാവണം. ഓളെ പാസ്വേഡ് ഇപ്പോൾ ചേഞ്ചാണ്, ഇപ്പോൾ വേറെ ആരോ ചെയ്യുന്നുണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? ഇല്ല, പോലീസിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇത്. പക്ഷെ അവർ പിന്നെ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അങ്ങനെ വ്യക്തമായി പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിലെല്ലാം കോൾ ലിസ്റ്റും പിന്നെ കോൾ ലിസ്റ്റ്, കോളിലേക്ക് വരുന്ന മൊബൈലിലേക്ക് വന്ന മെസ്സേജ് അതൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലുള്ള ലിസ്റ്റിൽ വിളിക്കുന്നവരെ നിരന്തരമായി വിളിച്ചിട്ടുള്ള ഒരു 4 പേരെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് പോലീസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? വ്യക്തമായി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു, അവരെ മൊഴിയെടുത്തു, അത്രേ ഉള്ളൂ. അതിൻ്റെ ബാക്കി എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ല. ഈ അക്കൗണ്ട് ഇവളുടെ പേരിലുള്ള അക്കൗണ്ട് തന്നെയാണ്, ഇവളുടെ അക്കൗണ്ട് ആണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുന്നു? ഇവളെ ഫോട്ടോ വെച്ചിട്ടുള്ള അക്കൗണ്ടാണ്, അത് ഓൾ മുമ്പേ യൂസ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ടാണ്. വളരെ ഗുരുതരമായൊരു വിഷയമാണ്. കാരണം മരണപ്പെട്ട കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് ഇപ്പോഴും അത് ആക്റ്റീവായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ വിഷയമാണ്. അതാരാണ് കൈകാര്യം ചെയ്യുന്നുള്ളത്? സാങ്കേതികപരമായി നൂതന സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും പുതിയ ലോകത്ത് നിൽക്കുന്ന നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതൊരു വലിയ പരാജയം തന്നെയാണ്.
കാരണം വളരെ വ്യക്തമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ആരാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിൽ ഉപയോഗിക്കുന്നുള്ളത്? അവരെ കണ്ടെത്തി കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചില വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും കുട്ടിയുടെ സഹോദരിയാണ് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് മറ്റുള്ളവരോടും കൂടി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. എന്താണ് വന്ന് സംഭവിച്ചത്? ഒരു 6:15 ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എണിച്ച് നോക്കുമ്പോൾ 2 ആൾ ഇവിടെ ഇരുന്നിട്ടുണ്ടായിന്, എൻ്റെ 2 മക്കളും. അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് കൊടുന്ന് മേസൻ്റെ മോള് വെക്കുന്ന എൻ്റെ കണ്ണോട് ഞാൻ കണ്ടിന്. അപ്പോൾ ചോദിച്ചു ഓള് പഠിക്കുന്നുണ്ടെന്ന്, മറ്റോളും ഉണ്ട്. അപ്പോൾ 2 ആളും കൂടി പഠിക്കുന്നുണ്ടെന്ന് എൻ്റെ പോക്ക്. പിന്നെ ഉമ്മാർക്ക് അത്രയല്ല അറിയോ. പിന്നെ ഞാൻ അവിടുന്ന് എണിച്ച് എന്നാൽ അവർ നമസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളു കൊടുക്കാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വാതിലെടുത്തിട്ടാണ് ഇവളെ ഞാൻ ചോദിച്ചു. അവളെ കാണുമ്പോൾ ഇവളെ ഞാൻ ചോദിച്ചു സുഖമില്ല ഓർത്തു. അപ്പോൾ പറഞ്ഞു ഓള് ഇപ്പോൾ ഉണ്ടായിന് ഇവിടെ എന്നറിഞ്ഞു. അഡ്രസ്സ് അറിഞ്ഞു ഈ റൂമിൻ്റെ ഉള്ളിൽ. ഞാൻ വേഗം വാതിലിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ വാതിൽ ഉന്തിയാൽ തുറയുന്നില്ല. പിന്നെ ഞാൻ കുറേ നേരം തച്ചിട്ട് ഉന്തിയിട്ടും ഇതാക്കിയിട്ടും ഊക്കിയിട്ടും വിളിച്ചാൽ എൻ്റെ മോള് തുറക്കുന്നില്ല. പിന്നെ മറ്റേ മോളോട് ഞാൻ പറഞ്ഞു നോക്കും. മോള് പുറത്തേ കൂടി വന്നിട്ട് പറഞ്ഞു ജനലിൻ്റെ അടുത്തിട്ടും പിന്നെ എനിക്ക് ബോധമില്ല. ഞാൻ ആടകേടെ വീണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. പിന്നെ ആര് വന്ന് എന്ത് സംഭവമെന്ന് പിന്നെ എനിക്ക് അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ മോൾ അന്ന് എന്നെ മരുന്നിന് കൊണ്ടുപോയിന്. മരുന്ന് ഗുളികയെല്ലാം മേത്തന്ന് എനിക്ക് തന്നിന് ഞാൻ കുടിച്ചിട്ട് എല്ലാക്കിനി ഡോക്ടറോട് സംസാരിച്ചോളൂ എല്ലാ സംഗതി അടിച്ചു. എനിക്ക് പിന്നെ ഒന്നും എനിക്ക് പറയാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ബോധം വന്നത് പിറ്റീന്ന്. എൻ്റെ മോള് കൊണ്ടുപോയത് പറഞ്ഞിട്ടാ കുറഞ്ഞത് പറഞ്ഞിട്ടാ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു വിഷയമുള്ളതായിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുമില്ല. എന്നോട് എന്തോ അങ്ങനെ പറയുകയും ചെയ്യില്ല. ഞാൻ എന്തോളം പേടിപ്പിക്കില്ല. ഓളെല്ലാം ആരും എൻ്റെ 5 മക്കൾ ഞാൻ എന്തോ പറയലില്ല. എന്തോ അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ പള്ളയിൽ എന്നെ ഉണ്ടാവും. ഇങ്ങനെ ഉമ്മക്കാരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരും സംശയമില്ല. ഞാൻ ആരും കണ്ടിട്ടുമില്ല. എന്നിട്ട് സംശയമില്ല. ഇവർ ഫോണിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന മാത്രം ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഫോണ് വെക്ക് മക്കളെ മതിയെന്ന് പറഞ്ഞെങ്കിലും അതെന്തുമില്ല ഉമ്മ ഇങ്ങനെ പറയും. അത്ര തന്നെ. പിന്നെ എനിക്ക് ഫോണോടുണ്ട് എന്തോ എനിക്കറിയില്ല. എൻ്റെ ചെറിയ ഫോണ് അതറിയണ്ടെന്ന് ഇങ്ങനത്തെ സംഗതി പിന്നെ എനിക്കറിഞ്ഞൂടാ. എന്തിന് ഈ മോളിങ്ങനെ ചെയ്തതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം എന്നെ വിട്ടിട്ട് എന്തിന് എൻ്റെ മോള് പോയെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ. ഞാനങ്ങനെ തോന്നാറ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പോലീസ് 4 പേരെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന 4 പേര് ആരാണ്? അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിച്ചോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ? അത് ഞങ്ങളോട് ഒന്നും പോലീസുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു, വിട്ടയച്ചു എന്ന് വിവരം കിട്ടിയല്ലാതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് വിവരമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ കുറേ ദിവസം കഴിഞ്ഞിട്ട് SP സാറിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ട് ഒന്ന്. അതായത് ആദൂർ പോലീസാണ് കേസ് അന്വേഷിക്കാനുള്ളത്. അതിൽ തൃപ്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ SP-ക്ക് ഡയറക്റ്റ് ഒരു പരാതി കൊടുത്തത്. സാർ നാട്ടിലുണ്ടായില്ല, അവിടെ എന്തോ പരിപാടിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അന്വേഷിച്ചിട്ട് അതിന് തക്കതായ മറുപടി നൽകുന്നതാണ് പറഞ്ഞത്. ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊരു സംശയം തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തോ ഒരു ദുരൂഹത നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴുമുള്ള തോന്നൽ. അപ്പോൾ ഏത് വിധേയനയിലും ഈ ദുരൂഹതകൾ നീക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാം. ഇപ്പോൾ ഈ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത കേസ് ശരിക്കും അന്വേഷണം നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ SP-ൻ്റെ മുമ്പിലേക്ക് പോയത്. അപ്പോൾ ഇനി ഈ SP അത് അന്വേഷണം നടത്തിയിട്ട് ഈ ദുരൂഹതകൾ നീക്കണം. നമുക്ക് ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രായം വലിയ വിഷയമാണല്ലോ. 10ാം ക്ലാസ്സുകാരി, 15 വയസ്സുകാരി. 15 വയസ്സുകാരെന്ന് വെച്ചാൽ നാളെ SSLC എക്സാം തുടങ്ങുന്ന തലേദിവസം രാത്രിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. വലിയ വിഷയമാണ്. ഇനി ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇനിയൊരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വിധേനയും ഇത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് കുട്ടിയുടെ ഇളയപ്പയാണ്, അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം 15 വയസ്സുകാരി ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യം തന്നെയാണ്. കാരണം പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും അത് വലിയ രീതിയിൽ നടക്കുന്ന കാര്യമാണ്. അതുകൂടാതെ
ഈ അവസാന സമയങ്ങളിൽ ഇടേണ്ട ഒരു സ്റ്റാറ്റസാണ്, അതായത് സ്വാഭാവികമായിട്ടും മരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസൊക്കെ ഇട്ട് വെക്കാറ്, അത് ഞാൻ പോവുകയാണ് എന്നൊക്കെ. പക്ഷേ ഇത് മരണത്തിന് ശേഷമാണ് അക്കൗണ്ടിൽ ഇങ്ങനെയൊരു സ്റ്റാറ്റസ് വരുന്നത്. എന്താണ്? മരണത്തിന് ശേഷമാണ് ഇത് കണ്ടത്. ഇത് ഈ ഐഡിയ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടാണ് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരണത്തിന് ശേഷവും ഈ അക്കൗണ്ട് ആരോ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ സൈബർ സെല്ലിൽ അന്വേഷിച്ചാൽ അത് പറ്റുമെന്നാണ് നമ്മുടെ ഒരു തോന്നൽ. അപ്പോൾ അത് ആ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് സൈബർ സെല്ല് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള അന്വേഷണം നടത്തണം. അല്ല, അതുകൂടാതെ ഈ പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പാസ്വേഡോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂസർ നെയിം പാസ്വേഡോ മറ്റൊരാൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഒരേ സമയം 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ടല്ലോ. പൊതുവെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പോലുള്ള അക്കൗണ്ട് ഒരേ സമയത്ത് 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു യൂസർ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗുരുതരമായ വിഷയം, വളരെ വ്യക്തമായ അന്വേഷണം വേണം. നിലവിൽ ഉള്ള അന്വേഷണത്തിന് പുറമെ ഒന്നും കൂടി വളരെ വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SPI ഇവർ സമീപിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് ഇവർ പറയുന്നുള്ളത്. എന്തായാലും സുഹൈലയ്ക്ക് എന്താണ് സംഭവിച്ചത്, സുഹൈലയുടെ മരണത്തിന് പിന്നിൽ ആരാണുള്ളത്, ഈ നിലവിൽ ചോദ്യം ചെയ്ത ആളുകൾക്ക് എന്ത് ബന്ധമാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് വളരെ വ്യക്തമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ക്യാമറമാൻ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ പബ്ലിക് ഖാദർ കരിപ്പൂടി, പബ്ലിക് കേരള.